സവാദിക്ക ഫ്രം തായ്ലാൻഡ് ചാങ്മായി. അപ്പം തായ്ലാൻഡ് സീരീസിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് പാർട്ട് ഓഫ് തായ്ലാൻഡിലെ ചാങ്മായി എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അതിൽ CM ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇതൊരു സ്ക്വയർ ടൈപ്പ് ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം, ഈ ടൗണൊന്ന് ആസ്വദിക്കുക. ഇവിടുത്തെ ഒരു വളരെ പ്രശസ്തമായ 2 നൈറ്റ് മാർക്കറ്റുകളുണ്ട്. അത് ഒന്ന് ശനിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അത് വിസിറ്റ് ചെയ്യണം. അത് വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുള്ളൂ. അതിൻ്റെ കുറേ റീൽസൊക്കെ വളരെ ഹിറ്റാണ്. നമ്മുടെ രാജ്യത്താണെങ്കിലും ഇന്ത്യയിലൊക്കെ ഭയങ്കര കൗതുകം നിറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ വിൽക്കപ്പെടുന്നതും കാണിക്കപ്പെടുന്നതൊക്കെ. സോ നമുക്ക് ചാങ്മായുടെ ഭംഗി കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഒരു മഴ പെയ്യാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇത് വെയിലില്ലാത്തതുകൊണ്ട് മാത്രം. പക്ഷേ വെയിലില്ലാന്ന് പറഞ്ഞിട്ടേ കാര്യമില്ല, ഭയങ്കര വിങ്ങലാണ്, ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പം എന്തൊരു വൃത്തിയിലാണ് ഇവരുടെ ടൗണും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് നോക്കിയേ, എന്തൊരു രസമോ നോക്കിയേ. ഇതൊക്കെ മാൻമെയ്ഡ് കനാലുകളാണ്. ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളൂ ഇത്. അപ്പം ഇത് ഇങ്ങനെ അവരെ സ്ഥലം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ നമ്മളും നമ്മളെ നാടൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരണം. ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പിള്, നല്ല രസമുണ്ട്. വാറ്റ് രാജ മൊൻറ്റെയിൻ TN സിറപ്പ് എ മുങ്ക് ചാങ്മായി. ഗൈസ് ഞാൻ വായിക്കുന്നതിൽ പലതും തെറ്റുണ്ടാവും, അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്, ഒന്നും വിചാരിക്കരുത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എന്തൊരു രസമാണ് കാണാൻ. ഫുള്ള് ഗോൾഡൻ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പോലെ നമുക്ക് തോന്നുന്ന ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചുവും എല്ലാം ആയിട്ട് അതിമനോഹരം ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണാൻ വന്നിരിക്കുന്നത് ചാങ്മായിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ് വാറ്റ് ലുക് മോളി എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ. 1357 നിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവർക്ക് പോലും അറിയില്ല അതെപ്പോഴാണ് നിർമ്മിച്ചതെന്നുള്ളത്. ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. നോക്കിയേ, ഒരു പാലം, ഈ കനാലിൻ്റെ നടുവിലൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് ആ കാണുന്നതാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിൾ. നോക്കിയേ എന്തൊരു ഭംഗിയാണ് ഗൈസ്. നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയോ നമ്മളെ നാട് ഇങ്ങനെ ആവണേ എന്നുള്ളത്. ചിലവരില്ലേ നമ്മളെ നാട് ഇങ്ങനെ ആവുമെന്ന് പറയുമ്പോൾ നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞ്, അതല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ സിമ്പിളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം. കാരണം ഇതിനെങ്ങാട്ടിയും 10 അടങ്ങ് ബ്യൂട്ടിഫുള്ളാണ് നമ്മളെ രാജ്യം. 10 അടങ്ങ് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മളത്. പക്ഷേ നമ്മളത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആയിപ്പോകുന്നു. സോ ഇതാണ് വാറ്റ് ലുക് മോളി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ടെമ്പിൾ. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. പിന്നെ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഗോപ്രോയിൽ കിട്ടില്ല. സോ നമുക്ക് ഉള്ളിനകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ മൊത്തം കാണാം. സോ ഗൈസ്, ഞാൻ കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ആ റിലീജിയസിൽ വിശ്വസിക്കുമ്പോൾ അവർക്കത് സങ്കടമാവും. സോ ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസും ഇതൊക്കെ കാണിച്ചു തരാം. നല്ല കിട്ടിലും 2 ആന പ്രതിമകളാണ് കയറി വന്നപാടെ. ഇതാണ് ടെമ്പിള്. പണ്ടത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പഴക്കമുള്ള നല്ല രസമുണ്ട് കാണാൻ. ഉള്ളിൽ ഒരു ഗോൾഡൻ നിറത്തിൽ ഒരു പിന്നെ ബുദ്ധൻ്റെ സ്റ്റാച്യൂവും കാണാനുണ്ട്. വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഗൈസ്. അപ്പോൾ ഞങ്ങളൊന്ന് ഉള്ളിൽ കയറട്ടെ. എവിടെയോ ചെരുപ്പൊക്കെ അയച്ചിടണം. ഗൈസ്, ഇവിടെ ഒരു മരം കണ്ടു. ഞാൻ വിചാരിച്ചു ഇത് ശരിക്കുള്ള ഇലയാണ്. ഇത് ഇലയല്ല, തകിട് വെച്ചിട്ട് ഇവർ ഓരോ മരത്തിലും ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് ഇതെന്തുവാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലവരിങ്ങനെ ഡേറ്റും ജനനത്തീയതിയൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചൈനീസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ട് അറിയില്ല. അപ്പുറത്തും ഇതേപോലെ ഒരു മരമുണ്ട് ഗൈസ്.
അത് ഫുള്ള് സിൽവറിൽ. ഓക്കെ, ഓ ഗായ്സ്, കിട്ടിലൻ കാഴ്ച. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ടെമ്പിൾ ഭയങ്കര ഹിസ്റ്റോറിക്കലാണ്. പല ചടങ്ങുകളും നമുക്ക് ഭയങ്കര കൗതുകം നിറയ്ക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ആ ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ അവിടെയായിട്ട് ഇവർ രണ്ടും കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ കയറിലൂടെ ഒരു സ്വർണത്തിൻ്റെ കോയിൻ്റെ പ്രതിമയുള്ള ഒരു കോയിനെ ഇവരിങ്ങനെ ആ കയറിലൂടെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ എന്താക്കും, തള്ളി കൊണ്ടുപോകും. ഇവിടുന്ന് ഈ കയറിങ്ങനെ വലിക്കുമ്പോൾ ആ കോയിൻ്റെ പ്രതിമ മേലോട്ട് പോയിട്ട് ആ കോയിൻ്റെ അടിയിൽ തന്നെ ഇവർ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കോയൽ, അതിലെന്തോ പുണ്യാകം പോലെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്തുമ്പോൾ ആ വെള്ളം അതവിടെ ഒഴുക്കി വിടും. അങ്ങനെയാണ് ഇവിടെ അർച്ചന നടത്തുന്നത്. ഭയങ്കര കൗതുകം നിറഞ്ഞ ഒരു കാര്യം കേട്ടോ. ഭയങ്കര രസമുണ്ട്. നമുക്ക് ഹിസ്റ്റോറിക്കലി കാണുമ്പം ഭയങ്കര കൗതുകം നിറഞ്ഞ ഒരു പരിപാടി. കഴിക്കുമായിരുന്നു. ഇന്ത്യനേക്കാളും വില കുറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ചെടുക്കായിരുന്നു. ഫൈനലി നമുക്ക് കിട്ടി 10 ബാത്തിന് ഈ കാണുന്ന ഐസ്ക്രീം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമിന് 40 രൂപയാണ്. അപ്പോൾ 10 ബാത്ത് എന്ന് പറയുമ്പം 28 റുപ്യ വരുന്നുള്ളൂ. ഹാപ്പി 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 ഹാപ്പി. ഇനി ഞങ്ങൾ തിരിച്ച് നമ്മളെ ഹോസ്റ്റലിലോട്ട് നടക്കുകയാണ്. ഇനി എന്തൊക്കെ കാഴ്ചകളുള്ളതെന്ന് അനുസരിച്ച് കാണിച്ചു തരാം. ചിലപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങുള്ളൂ. നമ്മുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് മാർക്കറ്റാണ്. നിങ്ങൾ തായ്ലാൻഡ് വരുമ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് റൈസ് പോറഞ്ച്. നമ്മളെ നാട്ടിലത്തെ കഞ്ഞി, ഇവിടെ റൈസ് പോറഞ്ച് എന്ന് പറയുക. ഇംഗ്ലീഷിൽ ശരിക്കും കഞ്ഞിക്ക് പോറഞ്ച് എന്നാണ്, റൈസ് പോറഞ്ച് എന്നാണ് പറയലെന്നാണ് എനിക്ക് അറിവ്. അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട ഉണ്ടാവും, പിന്നെ എന്തോ ഒരു സ്നാക്സ് ഉണ്ടാവും, പിന്നെ ചിക്കൻ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, പോർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, അബി പോർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കഞ്ഞി, അതായത് നമുക്കിപ്പോൾ ഒരു ഫുഡ് ഇവിടെ പിടിക്കുന്നില്ലെങ്കിൽ ദിറ്റ് മസ്റ്റ് ബി ഗുഡ് ഫോർ യു ഗൈസ്. കൂടുതൽ സോസുകളൊന്നും ഒരു തരുന്നത് വലിച്ച് വാരി ഇടാതെ ഇത് കഴിച്ചു നോക്കുക. അങ്ങനെയാണ് ഓക്കെയാണ്. ഞാനിത് ഇന്തോനേഷ്യയിൽ നിന്ന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബെസ്റ്റ് ആയിരുന്നു. ഇവിടുത്തത് എങ്ങനെയുണ്ടെന്ന്, തായ്ലാൻഡത്തെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോ ഗൈസ്, ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് കഴിച്ചപ്പോൾ അവിടെ കുറേ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ കറക്റ്റ് കഞ്ഞി അതങ്ങനെ തന്നെ ആയിട്ട് കാണുന്നത്. ലെറ്റ്സ് പക്ക കഞ്ഞിയാണോ? ഏറെക്കുറെ അതേ ഒരു ചെറിയ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇവിടെ ചേസ് ചെയ്ത് പോലീസ് പിടിച്ച് ഒരു ലോറിക്കാരൻ. അപ്പോൾ നമ്മൾ കഞ്ഞി ഫിനിഷാക്കി. ഫൈനലി നല്ല വെയിലായിരുന്നു ഇവിടെ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വേറെ എവിടെ ഇറങ്ങിയില്ല. ഇപ്പോൾ വൈകിട്ട് 6:30 നല്ലൊരു കാലാവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ദ സാറ്റർഡേ മാർക്കറ്റ്. ഗൂഗിൾ മാപ്പിൽ സാറ്റർഡേ മാർക്കറ്റ് എന്ന് അടിച്ചാൽ മതി, കറക്റ്റ് ആ ലൊക്കേഷനിലെത്തും. നമ്മുടെ റൂമിൽ നിന്ന് 2 കിലോമീറ്ററാണ്, നേരെ നടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്നു വരുമ്പം നല്ല നല്ല ടെമ്പിൾസ്, ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഞങ്ങൾ ഇതൊന്നും ഇവിടെ ഉള്ളത് അറിഞ്ഞില്ല ഗൈസ്. ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഈ ഇങ്ങോട്ട് നടന്നപ്പോഴാണ് ഇത്രയും കിടിലൻ അമ്പലവും ഇതൊക്കെ ഇവിടെ ഉള്ളത് നമ്മൾ തന്നെ അറിയും. അത് നല്ല അതുമാതിരി രസമാണ്. അയ്യോ, എമ്മാരി കിടിലൻ അമ്പലങ്ങളാണ് ഗൈസ്. വളരെയധികം ഭംഗിയുള്ള അമ്പലങ്ങൾ. എൻ്റെ മോനെ, അതുമല്ല ഈ സ്ട്രീറ്റും കിടിലൻ സ്ട്രീറ്റ്, വാക്കിങ്ങിനൊക്കെ പറ്റിയ കിടിലൻ സ്ട്രീറ്റ്, നല്ല കിടിലൻ അമ്പലം, ഒരു രക്ഷയില്ല. അതായത് നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ടെമ്പിൾസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുണ്ട്. നമ്മളെ നൈറ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നൈറ്റ് മാർക്കറ്റ് ഇങ്ങനെ വിപുലീകരിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം സുവനീർ ഷോപ്സാണ്. ഇവിടെ 59 ഒരെണ്ണം, ചെറുത് വേണം 25. അയ്യോ, കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പക്ക ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. പിന്നീട് ഇതെന്താക്കി ടൂറിസ്റ്റുകൾക്കുള്ള
ഒരു മാർക്കറ്റായിട്ട് മാറിയിട്ടോ. തൊപ്പി വേണ്ട ഗൈസ്. ഇവിടെ എന്താ എടുക്കേണ്ടത്, എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കാം. പിന്നെ അബിക്കൊരു ടീഷർട്ട് എടുക്കണം. അപ്പം അതിനുള്ള പ്ലാനാണ്. പക്ഷേ അബി, നീ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഇവിടെ വന്ന് ടീഷർട്ട് എടുക്കുക എന്നുള്ളത്. ഇവിടെ ഒട്ടുക്കത്തെ റേറ്റാ. കണ്ടിട്ട് ഇതൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടടാ. നമുക്ക് നമ്മുടെ അപ്പുറത്തെ കിടപ്പ് 50 രൂപത്തിന് എടുക്കാം. ഇത് പക്ക ഒരു, പക്ഷേ മുതലൊക്കെ 80 രൂപ ഇടും. നമ്മളവിടുന്ന് 150 രൂപ. ഗൈസ്, ഇവിടെ മുതലൊക്കെ 80 10 എന്താ മുമ്പ് പറഞ്ഞാൽ ശരിയാ. ഫുള്ള് ഫുഡിൻ്റെ സ്പോട്ടുകളാട്ടോ, നിരന്ന് കിടക്കുക ഫുഡ് സ്പോട്ടുകൾ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഫുഡ് സ്പോട്ടുകളാണ്. ചിക്കൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. കൊക്കക്കോള, ഒരു കോള പിടിച്ചാലോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഉൾമാർക്കറ്റാണ്. അവിടെ എന്തൊക്കെയോ വീഡിയോ എടുക്കാനുണ്ട്. ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു കനാല്. ഈ കനാലില്ലേ ശരിക്കും ഒരു സ്ക്വയറിൽ ഫുള്ള് കനാല ചുറ്റും ഗൈസ്. നമ്മൾ താമസിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും, അതായത് 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തത്തിൽ ഇങ്ങനെ കനാല. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. തായ്ലാൻഡിൽ ഇത്രയും കറങ്ങിയിട്ട് ഇത്രയും തിരക്കുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. കാരണം അത്രത്തോളം തിരക്കുണ്ട്, വൻ ജനങ്ങൾ. നമുക്ക് ഇങ്ങനെ നോക്ക് അടുപ്പിച്ചല്ലാണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി പറ്റില്ല. ഫുള്ള് ആൾക്കാർ ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പുക. ഇതിൽ തന്നെ വില റേറ്റൊക്കെ ഒരു മിനിമലായിട്ടുള്ള അതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ കേട്ടോ, എല്ലാവരും കൗതുകം നിറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക. ഓ ഗായ്സ്, എടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഷോപ്പ്. അങ്ങോട്ട് ഷോപ്പുണ്ട്, നേരെ ഷോപ്പുണ്ട്. ഓക്കെ, അങ്ങോട്ട് ഒരുപാട് ഷോപ്പുണ്ട്. ഇവിടെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ട് ഞാനൊരു സാധനം കണ്ടിട്ടുണ്ടാ. അതായത് ഒരു മോതിരമില്ലേ, നമ്മൾ റീൽസിലൊക്കെ ഇറ്റായ വലിയ ഒരു കിൻഡിൽ കണക്കാണ് മോതിരം ഒരുമിച്ച് വെച്ചിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ. വാവ്. എടാ, നമ്മൾ ഇത്രയും നേരം ചാങ്മായിലെ ആൾക്കാരെ എവിടെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ചാങ്മായിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത്. ഗൈസ്, ഇവിടെ ഒരു വന്നപ്പം ഒലാങ് തായ് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടു. അതായത് തായ്ലാൻഡിൽ മസ്റ്റായിട്ടും വരുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഈ ഒരു സാധനം. കാരണം തായ്ലാൻഡ് ഈസ് എസ്പെഷ്യലി ഫേമസ് ഫോർ കോഫി ആൻഡ് ടീ. അപ്പം നമ്മളെന്താക്കുക, ഞാനത് അയച്ചു നോക്കാം. ഇവന് ജാട പാഷൻ ഫ്രൂട്ട് മതി പോലും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ പാഷൻ ഫ്രൂട്ട് കഴിച്ചോ. അങ്ങനെ ബ്ലാക്ക് കോഫി ഞാനും പറഞ്ഞിട്ടുണ്ട്. പൈസ കൊടുക്ക്. നല്ല രസം കേട്ടോ, ഭയങ്കര ഒതന്റിക് കാശ്. ചിക്കനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്കിവിടെ കിട്ടും. ഇവിടെ കിട്ടാത്ത സാധനമില്ല. എന്തൊരു സാധനവും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നീ കാരണം എൻ്റെ വ്യൂ മിസ്സാവുന്നുണ്ട് കേട്ടോ. ഇവ മുന്നിൽ പറന്ന് നടക്കുക ഗൈസ്. ഞങ്ങൾ തപ്പി വന്ന ഒരു സാധനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതാണ് സ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. തപ്പോട്ടെ. ഞാൻ എത്രയോ രാജ്യങ്ങൾ പോയാൽ ഇത്രയും ദൂരമുള്ള ഒരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. അത്രക്കും ദൂരമാണ് ഈ ഒരു മാർക്കറ്റ്. തീരുന്നില്ല. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയോ മണിക്കൂറുകൾ നടന്നിട്ടും ഞങ്ങൾ ഇതിൻ്റെ പകുതിയെ കണ്ടു തീർന്നിട്ടുള്ളൂ എന്നാണ് തോന്നണേ. അത് പോർക്കാ.
നിൽക്കണുണ്ടോ? ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് തന്നെ ക്ഷീണിച്ച് ഗൈസ്. പക്ഷേ ഇത് തീരുന്നില്ല. ഇനി മാത്രം ജനങ്ങൾ ഇവിടെ ഉണ്ടോയെന്നാണ് എനിക്കറിയേണ്ടത്. ഇതൊക്കെ സാധനം മേടിക്കുന്നു. എന്തായാലും ഇത് രണ്ടെണ്ണം എടുത്താലോ? നിങ്ങളെണ്ണം എടുക്കും. നാട്ടിലത്തെ പോലത്തെ ചമ്മന്തി ഇവിടുന്ന് ചിക്കൻ എന്തോടാ അത്? അല്ല, ക്രാബ് എന്തോ ഒരു സാധനം, അതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനം. ഇരിഞ്ഞു കയറിയോ? ഇച്ചിരി ജ്യൂസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ ചമ്മന്തി ഉണ്ടാക്കൂലേ, മുളക് വെച്ചിട്ട് ചെയ്യും സാധനം. കുറച്ച് തട്ടി വേണ്ടാം, ഞണ്ട് നല്ല രസം കിട്ടാം. ഇവിടെ തന്നെ നമുക്കിത് കളഞ്ഞിട്ടങ്ങ് പോവാം. നമുക്ക് ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകാം അല്ലേ? കറക്റ്റ് നമ്മളെ ചമ്മന്തിയുടെ. സോ ഗൈസ്, ഒരുപാട് സൈഡ് ഫുഡുകളുണ്ട്. 1 2 2 2 So spicy? That's not spicy salt and ketchup. No. No, okay. 40. വേണ്ടല്ലോ. Thank you. കുറേ സ്ട്രീറ്റ് ഫുഡ്, ജ്യൂസ് വേണ്ട, കിടിലൻ ജ്യൂസുകളുണ്ട്. വേണ്ടല്ലോ. അത് തട്ടി നോട്ടെ, ഞാൻ വീഡിയോയിൽ പറയട്ടെ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണ്ട് ആൾക്കാർക്ക്. നീ പിടി. സൈഡിലോട്ട് പോവാം. ഇവിടെ കാണുമ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നില്ലേ? തണുത്തിരിക്കുവാണോ? കൊള്ളാവോ? കൊള്ളത്തില്ല. ഓ ഷിറ്റ് മാൻ, ഒരെണ്ണം മേടിച്ചാൽ മതിയായിരുന്നു. ചിക്കനാണ്, രസമുണ്ട്. രസമുണ്ടോ? ഇന്ന് മൊത്തം സ്ട്രീറ്റ് ഫുഡാണ്. സംഭവം രസമുണ്ട്. പല വെറൈറ്റീസ് ഞാൻ പറഞ്ഞ് പറ്റിച്ചിട്ട് വേണം. എടാ ഇത് കഴിക്കണ്ട. ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് നടക്കാൻ പോലുള്ള സ്ഥലം കൂടി ഇല്ല ഗൈസ്. അമ്മാതിരി തിരക്ക്. ഇവിടെ കണ്ടില്ലേ മറ്റേ ടുക്ക് ടുക്ക് എന്തൊരു വലിയ മാർക്കറ്റാണ് ഗൈസ്. ഒരു സ്ഥലം പോലും ഇല്ല ഇതിലൂടെ നടക്കാനോ. റോട്ടിൽ കൂടെയൊക്കെ ഫുള്ള് വണ്ടി, അമ്മാതിരി തിരക്ക്. അതായത് തായ്ലാൻഡിൽ ബാങ്കോക്ക് ടൗണിൽ സിറ്റിയിൽ അത്രയും ജനങ്ങൾ കൂടി താമസിക്കുന്ന സ്ഥലത്ത് പോലും ഒരു മാർക്കറ്റിൽ പോലും ഇത്ര കണ്ട് തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ദിസ് ഈസ് അൺബിലീവബിൾ. നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് തിരക്കറിയോ ഇവിടെ. ഒടുക്കത്തെ തിരക്ക് ഗൈസ്. ദിസ് ഈസ് നൈസ് ഗൈസ്. ഇവിടെ വരുമ്പോൾ ഈ മാർക്കറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. സാറ്റർഡേ മാർക്കറ്റ് ആൻഡ് സൺഡേ മാർക്കറ്റ് രണ്ടും ഉണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ സാറ്റർഡേ ആണ് ഇവിടെ ഉള്ളെങ്കിൽ സാറ്റർഡേ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാം. സൺഡേ ആണ് ഉള്ളെങ്കിൽ സൺഡേ മാർക്കറ്റ്. പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാതെ മാർക്കറ്റിലോട്ട് വരിക. ഇവിടെ പല ഫുഡുകളുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ കൂടെ ഉള്ളവനെ കാണാനല്ലോ, അവിടെ പോയി. വരുന്നുണ്ട്. വാവ്. ഇന്നത്തെ ദിവസവും ഇന്നത്തെ വീഡിയോ എന്തൊക്കെ എടുക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ടയേർഡായി ഗൈസ്. ടയേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രീഡം അല്ല, മനസ്സെറിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആർക്കും നമ്മൾ ഇന്ത്യക്കാരെ വേണ്ട ഗൈസ്. അത് എല്ലാ വീഡിയോയിലും പറയേണ്ടി വരും മുതൽ. കാരണം കുറേ പേര് തായ്ലാൻഡ് വന്ന് പോയിട്ടുണ്ടാവും, പക്ഷേ ഒരൊക്കെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നു. നമ്മളെ എയർപോർട്ടിൽ നിന്ന് തന്നെ വണ്ടി എടുക്കുന്നു, നേരെ ബാങ്കോക്ക് പട്ടായ ഹോട്ടലിൽ പോയി താമസിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് പോന്നു. എല്ലാം പ്ലാൻഡ്. ലോക്കൽസിലായിട്ട് മിംഗ്ലിങ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ലോക്കൽസായിട്ട് മിംഗിൾ ചെയ്ത് വരുമ്പോഴാണ്
ഒരു ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ നമുക്ക് തരുന്ന റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇടാത്ത റൂം, ഏറ്റവും ലോക്കൽ റൂം, വേണമെങ്കിൽ കിടന്നു ആ രീതിയിൽ കേട്ടോ. പിന്നെ എവിടെ പോയാലും നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുക, നമ്മൾ നടക്കണ കണ്ടു കഴിഞ്ഞാൽ ഒരപ്പം മാറി നടക്കും. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഭയങ്കര വീക്കാവും, നമ്മളെ മനസ്സ് എന്തിനാ ഇപ്പം അത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് തോന്നും. സാരല്ല, നമ്മളെ സങ്കടം അത് അത് എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അതന്നെ കിട്ടുന്നു. അതാണ് നമ്മൾ റൂമിൽ ചെല്ലുമ്പോഴായാലും നമ്മൾ നോക്കി ചിരിച്ചാൽ ചിരിക്കത്തില്ല. നമ്മളിപ്പോൾ റൂമിലെ ആരെങ്കിലും കണ്ടൊന്ന് ചിരിച്ച ഒറ്റ മുഖം മാറ്റും. സോ ഗൈസ്, അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ പൈ എന്ന് പറയുന്ന ഹിപ്പികളുടെയും ബാക്ക് പാക്കേഴ്സിൻ്റെ നാടായ പൈയിലോട്ട് പോവാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കാം.